ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അനുമാമിക്സ് ആണ്. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നല്ലൊരു വെക്കേഷൻ ഒക്കെ ആയിരിക്കും അല്ലെ? അപ്പൊ എല്ലാവർക്കും ഓരോ പ്ലാനുകൾ വെക്കേഷന്റെ സമയത്ത് ഉണ്ടാവും. ഒരുപാട് പേര് ട്രാവൽ ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അല്ലെ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കളിക്കാനും നിങ്ങൾക്ക് സന്തോഷിക്കാനും ഒക്കെയുള്ളൊരു സമയമാണ്. പെരുന്നാൾ ഉണ്ടായിരുന്നു അല്ലെ, അതിനുശേഷം നമുക്ക് വിഷു ഉണ്ടായിരുന്നു. സോ മൊത്തത്തിലൊരു ആഘോഷത്തിന്റെ ദിവസങ്ങളാണ്. അപ്പൊ ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത്, അപ്പൊ നമുക്ക് എല്ലാ തരത്തിലുള്ള ആഘോഷങ്ങളോടൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ അല്ലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതായത് എങ്ങനെ നമുക്ക് ഈ അവധിക്കാലം ഏറ്റവും പ്രയോജനപ്പെടുത്താം, നമ്മുടെ പഠനത്തിന് വേണ്ടിയിട്ടും നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ടൊക്കെ എങ്ങനെ ഏറ്റവും അടിപൊളിയായിട്ട് പ്രയോജനപ്പെടുത്താം. അപ്പൊ നിങ്ങൾക്ക് ഇതിലുള്ള കുറേ കാര്യങ്ങൾ, കുറേ ഐഡിയകൾ മിസ് ഇങ്ങനെ പറഞ്ഞു തരികയാണ്. നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. അപ്പൊ ഓരോ ആളുകൾക്കും അല്ലെ ഓരോ തരത്തിലായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമുണ്ടാവുക. ചില ആളുകൾക്ക് ചിലപ്പോൾ പാട്ട് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും, ചില ആളുകൾക്ക് ഡാൻസ് പഠിക്കാൻ ഇഷ്ടമായിരിക്കും, ചില ആളുകൾക്ക് ചിത്രരചന പഠിക്കാൻ ഇഷ്ടമായിരിക്കും. അപ്പൊ അതായത് ഓരോ സ്കില്ലുകൾ ഉണ്ടാവുമല്ലോ നമുക്ക്. അപ്പൊ അത്തരത്തില് നിങ്ങൾക്ക് തിരിച്ചറിയുന്ന, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് കൂടുതൽ സമയം കൊടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് വെക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ചില ആളുകളാണെങ്കിൽ ചില മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് പഠിക്കാൻ ഇഷ്ടമുള്ള ആളുകളായിരിക്കും. അപ്പൊ വയലിൻ ആയിക്കോട്ടെ, ഗിറ്റാർ ആയിക്കോട്ടെ, അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും നിങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വെക്കേഷൻ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ചിലപ്പോൾ പല ആളുകൾക്കും അല്ലെ സ്കേറ്റിംഗ് ഒക്കെ പഠിക്കാൻ ഇഷ്ടമുള്ള ആളുകളുണ്ടാവും. അതേപോലെ തന്നെ ക്രിക്കറ്റ്, ഫുട്ബോൾ, ഇങ്ങനെയുള്ള ബാഡ്മിന്റൺ, ഇങ്ങനത്തെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഉണ്ട്. പലപ്പോഴും പല ആളുകളുടെയും ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫോണില്, ടിവിയില്, കമ്പ്യൂട്ടർ ഗെയിംസ് ഇങ്ങനെയൊക്കെ നോക്കാനാണ് പലരും ഇഷ്ടപ്പെടുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ രാവിലെ വെയിലായതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ അതിലേക്ക് കുറച്ചും കൂടെ അധികം ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. എന്നിരുന്നാലും വൈകുന്നേരങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇതേപോലെ ഫോണിൽ അങ്ങനെ ഇരിക്കാൻ പാടില്ല. പകരം നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിലേക്ക് ഏർപ്പെടുക. അത് നിങ്ങളുടെ ശരീരം കുറച്ചും കൂടെ ഹെൽത്തി ആവാനും നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ക്ലിയർ ആണോ? അതേപോലെ തന്നെ അല്ലെ, നല്ല ഫാമിലി ആയിട്ട് നല്ല നല്ല യാത്രകളൊക്കെ പോവാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ അവധിക്കാലം പ്രയോജനപ്പെടുത്താവുന്നതാണ്. പിന്നെ സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ 2 മാസത്തോളം നിങ്ങൾക്ക് അവധി ഉണ്ടാവും. അപ്പൊ ഈ 2 മാസം നിങ്ങൾ പഠനത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ നമ്മളൊന്ന് ആലോചിക്കണം. അപ്പൊ നിങ്ങൾക്ക് അറിയാം അല്ലെ, പല സ്ഥലങ്ങളിലും നമുക്ക് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ അവൈലബിൾ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടി ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം എന്തൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമുക്കിനി പഠിക്കാനുള്ളത് അല്ലെ. അതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ സ്കൂളുകളിൽ പലതരത്തിലുള്ള കോമ്പറ്റീഷൻ ഐറ്റംസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഫോർ എക്സാമ്പിൾ ക്വിസ് മത്സരങ്ങളൊക്കെ ഉണ്ടാവും. ചില ആളുകൾക്ക് ഇങ്ങനത്തെ ജനറൽ നോളജ് ക്വിസ് ഇതിലൊന്നും യാതൊരു താല്പര്യവും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ വേൾഡിൽ എന്തോരം കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഔട്ടായി ഇങ്ങനെ മാറി നിൽക്കുന്നതോറും നിങ്ങൾ ഇങ്ങനെ ഔട്ടായി പോവുകയും ചെയ്യാം. അപ്പോ പത്രം വായിക്കാത്ത ശീലമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുക്കാത്ത ആളുകളാണ്, അല്ലെങ്കിൽ അതൊരു ചില ആളുകളുടെ മാത്രം ജോലിയാണെന്ന് വിചാരിച്ച് മാറ്റി വെക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ ഒന്ന് എന്ത് ചെയ്യുക, ഈ വെക്കേഷൻ മുതൽ ശീലമാക്കാൻ തുടങ്ങുക. നിങ്ങൾക്കറിയാം സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ തന്നെ അല്ലെ പരിസ്ഥിതി ക്വിസ് വരാൻ തുടങ്ങും, അതിനുശേഷം ചാന്ദ്രദിന ക്വിസ് വരാൻ തുടങ്ങും, സ്വാതന്ത്ര്യ സമരത്തുമായിട്ട് ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ക്വിസ് മത്സരങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സൈക്കിളായിട്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഇതിൽ നിന്നൊക്കെ മാറി നിന്ന് ഇതൊന്നും നമുക്ക് പറ്റിയ പണിയല്ല എന്ന് വിചാരിച്ച് മാറി നിൽക്കുമ്പോൾ നമ്മുടെ ജനറൽ നോളജ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ എല്ലാ കോമ്പറ്റീഷനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതുകൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. അതേപോലെ തന്നെ മെന്റൽ എബിലിറ്റി, കുഞ്ഞു മെന്റൽ എബിലിറ്റി, അതായത് മാത്സ് പ്രോബ്ലം അല്ലാതെ നമ്മുടെ റീസണിങ് പവർ ഒക്കെ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഇന്റർനെറ്റിലൊക്കെ ലഭ്യമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതും കൂടെ ഒരു ചെറിയൊരു രസമായിട്ട് നിങ്ങൾ വേണമെങ്കിൽ കുറേ ഫ്രണ്ട്സ് ഒരുമിച്ചിരുന്ന് വേണമെങ്കിൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അതൊക്കെ കുറച്ചുകൂടെ നല്ല രസമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പിന്നെ ക്രാഫ്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള മക്കളാണെങ്കിൽ അല്ലേ, നല്ല രീതിയിൽ ക്രാഫ്റ്റ് ഒക്കെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കാം. അപ്പൊ ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ എന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായോ? അപ്പൊ ഇത്തരത്തില് നല്ല രീതിയിൽ വളരെ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ടുള്ള ഒരു അവധിക്കാലം ഉണ്ടാവട്ടെ എന്ന് ടീച്ചർ ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.